ISROയിൽ എന്താ നടക്കുന്നത്? ISROയിൽ ഓരോ വിക്ഷേപണവും ഓരോ പൂജയും അതെടുത്ത് അവിടെ കൊണ്ടുവെക്കുന്നു. ഇതില്ലാതെ വിട്ടൂടെ? ഇപ്പൊ സോവിയറ്റ് യൂണിയന്റെ കാര്യം പറയാം. ഒറ്റ കാര്യം, ആദ്യത്തെ വാഹനം സ്പുട്നിക്, എനിക്കൊന്ന് 57 ആദ്യത്തെ പുരുഷൻ യൂറി ഗഗാറിൻ, ആദ്യത്തെ സ്ത്രീ വലന്റീന തെരഷ്കോവ, ആദ്യമായിട്ട് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്തു. എല്ലാത്തിലും നമ്പർ 1 ഫസ്റ്റ് ആയിരുന്നു. ആദ്യം സ്പേസ് വാക്ക് ശ്രമിച്ചതല്ല നടന്നതും എല്ലാം സോവിയറ്റ് യൂണിയനാണ്. ഈ സോവിയറ്റ് യൂണിയൻ മതത്തെ മയക്കി കിടത്തിയ 75 വർഷം ഈ ബഹിരാകാശ രംഗത്തുണ്ടാക്കിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് നിസ്തുലമായ നേട്ടങ്ങളാണ്. അവർ ഒരു കാര്യത്തിൽ മാത്രമാണ് തോറ്റുപോയത്, ചന്ദ്രനിൽ ആളിനെ ഇറക്കുന്നത്. അതിൽ പരാജയപ്പെട്ടതോടുകൂടി അവർ ഈ പുല്ല് വേണ്ടെന്ന് വെച്ച് നിർത്തിയ. അതിനിടയ്ക്ക് അമേരിക്ക കുറേ ടീമിനെ വിട്ടു. അവർ ഇനി എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അവർ കണ്ടന്റ് ചെയ്തിട്ടൊന്നുമില്ല. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങില്ലെന്ന് സോവിയറ്റ് യൂണിയൻ ഇതുവരെ കണ്ടന്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഉള്ള കുറേ അതിമത ബുദ്ധിജീവികളാണ് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം സോവിയറ്റ് യൂണിയൻ ഇതൊന്നും ഇല്ലാതെ ചെയ്താണ്. ഒരു പുകയും ഉണ്ടായിരുന്നില്ല, ഒരു കാൻഡിലും ഉണ്ടായിരുന്നില്ല, ഒരു ഹോമം ഉണ്ടായിരുന്നില്ല, ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നില്ല, ഒരു കുരിശുവരപ്പ് ഉണ്ടായിരുന്നില്ല. അവരെല്ലാം പോയിട്ട് വന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ പറയുന്ന അമേരിക്കൻ ആസ്ട്രോണോട്സ് വരുന്നു. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? ഇത് ചെയ്തുകൊണ്ടും ചെയ്യാം, ഇത് ചെയ്യാതെയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ഒരു കല്ല് കയ്യിലെടുത്തോണ്ട് നടക്കുന്നു, തുണിക്കട കയറുന്നു, നല്ലൊരു ബ്ലൗസ് പീസ് വാങ്ങിക്കുന്നു, അടുത്ത ദിവസം ഇത് എടുക്കാനായിട്ട് വീണ്ടും കല്ല് കയ്യിലെടുത്തോണ്ട് പോകുന്നു. ആ വ്യത്യാസമുള്ള കല്ല് കയ്യിലെടുക്കാതെ പോയാൽ ഇത് അവിടെ ഉണ്ടെങ്കിൽ കിട്ടും.